കാര്യത്തിന് വേണ്ടി ആക്ഷൻ എടുക്കുന്ന സമയത്ത്, ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്ന സമയത്ത് അത് നടക്കുമോ അല്ലെങ്കിൽ എപ്പോൾ നടക്കും എന്നുള്ള കാര്യം അറിയാൻ ക്യൂരിയസ് ആയിരിക്കും അല്ലേ? സോ നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നു, അത് മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് സ്വയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സയൻസ് പറയാം. ഒന്ന്, നിങ്ങൾക്ക് വളരെ കാമായിട്ട് ബിഹേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അതായത് ആ ഒരു ആഗ്രഹത്തിൽ നിന്നും കംപ്ലീറ്റ് ആയി ഡിറ്റാച്ച്ഡ് ആകാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടായിരിക്കും. ഇതിനർത്ഥം നിങ്ങൾ ആ ഒരു ആഗ്രഹം എന്നേക്കുമായി ഉപേക്ഷിച്ചു എന്നോ അല്ലെങ്കിൽ ഇനി അതിനു വേണ്ടി ആക്ഷൻ എടുക്കില്ല എന്നോ അല്ല. പകരം സെൽഫ് ഡൗട്ട് ഒരുപാട് ഒഴിവായിട്ടുണ്ടായിരിക്കും, മാറിപ്പോയിട്ടുണ്ടായിരിക്കും. എന്നെ കൊണ്ട് അത് കഴിയും എന്നുള്ള ഒരു ട്രസ്റ്റിലേക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്നെ കൊണ്ട് കഴിയും എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. മാത്രമല്ല, ഞാൻ എൻ്റെ കാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ അതിനു വേണ്ടി ഞാൻ ആക്ഷൻ എടുക്കുന്നു, അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടും എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടായിരിക്കും. കൂടാതെ ചേസ് ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ പുറകെ പോയി ഓവറായിട്ട് എഫേർട്ട് എടുക്കണം അല്ലെങ്കിൽ ആവശ്യത്തിലേറെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ടായിരിക്കും. സോ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു കാംനെസ് നിങ്ങളുടെ ആക്ഷൻസിലൂടെയാണെങ്കിലും വാക്കുകളിലൂടെയാണെങ്കിലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും അല്ലെങ്കിൽ അത് വളരെ അടുത്ത് തന്നെ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യം. 2, റിപ്പീറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് അഥവാ ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾക്ക് കൂടുതലായി കാണാൻ സാധിക്കും. നിങ്ങൾ ആ ഒരു നമ്പർ കാണണം അല്ലെങ്കിൽ റിപ്പീറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് കാണണം എന്നുള്ള ഒരു ഇൻറ്റൻഷൻ വെക്കാതെ റാൻഡം ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പെട്ടെന്ന് ഫോൺ എടുക്കുകയാണ് ടൈം നോക്കുന്നതിന് വേണ്ടി, അപ്പോൾ അവിടെ കാണുന്നു. സോ ഇത്തരത്തിൽ നമ്പർ പ്ലേറ്റുകളിലോ അല്ലെങ്കിൽ ടൈം നോക്കുന്ന സമയത്തോ ഇങ്ങനെ റാൻഡമായി അൺഎക്സ്പെക്റ്റഡ് ആയി നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതാണ് പോസിറ്റീവായിട്ടുള്ള മറ്റൊരു സൈൻ. ഇനി മൂന്നാമത്തെ ഒരു സൈനാണ്, പ്രത്യേകിച്ച് ഒരു റീസൺ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ തുടങ്ങും. അതായത് ഒരു എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി, ഒരു ആറ്റിറ്റ്യൂഡ്. പക്ഷെ അതിന് പുറകിൽ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് ഒരു റീസൺ ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ നിങ്ങൾ സന്തോഷത്തിലാണ്, നിങ്ങൾക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇത്തരത്തിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റീസൺ എന്ന് എടുത്ത് പറയാതെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് പോസിറ്റീവായിട്ടുള്ള മറ്റൊരു സൈൻ. നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നു. ബിക്കോസ് നിങ്ങൾ ഓൾറെഡി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണായി മാറിയിട്ടുണ്ട്. നിങ്ങൾ ചേസിങ് കംപ്ലീറ്റ് ആയി ഒഴിവാക്കി അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു പവർ വീണ്ടെടുത്തു എന്നുള്ളതാണ് ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. സോ ഇതാണ് മറ്റൊരു സൈൻ. നെക്സ്റ്റ്, പണ്ട് പല കാര്യങ്ങളിലും നിങ്ങൾ ട്രിഗർ ആയിക്കൊണ്ടിരുന്ന കാര്യങ്ങളുണ്ടായിരിക്കും. അതായത് അപ്സെറ്റ് ആവുന്ന ഒരു സിറ്റുവേഷൻ, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും നിങ്ങൾ ട്രിഗർ ആകുന്നു അല്ലെങ്കിൽ അപ്സെറ്റ് ആയി പോകുന്നു, വറീഡ് ആകുന്നു. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ഹീൽ ചെയ്യാൻ നിങ്ങൾക്ക് സ്വയം സാധിച്ചിട്ടുണ്ടായിരിക്കും. ആഗ്രഹം നടക്കൂ അല്ലെങ്കിൽ എപ്പോൾ നടക്കും, അല്ലെങ്കിൽ വേറൊരാൾ ഇൻറ്ററപ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ അവസരം നഷ്ടമാവുമോ, ഇങ്ങനെയുള്ള അപ്സെറ്റ് ആവുന്ന സിറ്റുവേഷൻസ്, തോട്ട്സ് എല്ലാം നിങ്ങൾക്ക് ഒരു പരിധി വരെ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് മാനേജബിൾ ആയി മാറിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ബിലീവ് ചെയ്യാണ് നിങ്ങൾക്ക് ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ സാധിക്കും, അത് വളരെ സൂൺ നിങ്ങൾക്ക് അതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും എന്നുള്ളൊരു ട്രസ്റ്റ് നിങ്ങളുടെ ഉള്ളിൽ നിന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. സോ ഇങ്ങനെയുള്ള ട്രിഗർ ആവുന്ന സിറ്റുവേഷൻസ്, പണ്ട് പെട്ടെന്ന് അപ്സെറ്റ് ആയിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കോ കാണുമ്പോഴേക്കോ വയലൻ്റ് ആയി റിയാക്ട് ചെയ്യുന്ന ഒരു രീതി, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിയിട്ടുണ്ടായിരിക്കും എന്നുള്ളത് ചുരുക്കം. ആൻഡ് ഫൈനലി, ചെറിയ ചെറിയ രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് വളരെ വലിയൊരു ഡ്രീം ആയിരിക്കും, ഒരു വലിയൊരു കാര്യമായിരിക്കും. സോ അതിലേക്ക് ഒറ്റയടിക്ക് നമുക്ക് കാലെടുത്ത് വെക്കുക എന്നുള്ളത് പോസിബിൾ ആയിരിക്കില്ല. ഓരോ ചെറിയ ചെറിയ അച്ചീവ്മെൻറ്റ് അല്ലെങ്കിൽ ചെറിയ ചെറിയ മാനിഫെസ്റ്റേഷൻ നടത്തിക്കൊണ്ടായിരിക്കും ആ ഒരു വലിയൊരു കാര്യത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുക. സോ ഇത് പല രീതിയിലേക്ക്, പല അവസരങ്ങളായിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. ചിലപ്പോൾ ഓഫേഴ്സ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ റാൻഡമായിട്ട് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ നിങ്ങളെ സഹായിക്കുന്ന വ്യക്തികളെ പരിചയപ്പെടുന്നതായിരിക്കാം. അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കാം. ഒരു സഡൻ ആയിട്ടുള്ള ഇൻവിറ്റേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഡിസയർ എമൗണ്ട് ഉണ്ടായിരിക്കാം, ആ ഒരു ക്യാഷ് ഫ്ലോ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കാം. ഇത്തരത്തിൽ പല രീതിയിൽ പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ ആ ഒരു ഡ്രീം മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു പോസിറ്റീവ് ആയിട്ടുള്ള സൈൻ ഇതാണ്. സോ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, അവസരം
അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം വളരെ സൂൺ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളെ കുറിച്ച് അറിയുന്നതിനോ അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു വലിയൊരു ആഗ്രഹത്തിന് വേണ്ടി എഫേർട്ട് എടുക്കുന്ന, ആക്ഷൻ എടുക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായി നിങ്ങളെ ഗൈഡ് ചെയ്യുകയും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്ന ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകൾ അടങ്ങിയിട്ടുള്ള 21 ഡേയ്സിൻ്റെ ലോ ഓഫ് അട്രാക്ഷൻ ഗൈഡൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ താല്പര്യമുള്ള ആളുകൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് അതിനെക്കുറിച്ച് അന്വേഷിക്കാവുന്നതാണ്. താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. താങ്ക്